ഹലോ, വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല മഴയൊക്കെ ആയിട്ട് നല്ല ചൂടായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ എടുക്കാം. പിന്നെ അതിനൊപ്പം തന്നെ 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് എടുക്കണം കേട്ടോ, ഒന്നൊന്ന് കൂടി പോകരുത്, രണ്ടും ഈക്വലായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഒരു 3-4 മണിക്കൂറിനുള്ളിൽ കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, ഇപ്പോൾ ഞാൻ 1 കപ്പ് ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈക്വലായിട്ട് മൈദപ്പൊടിയും ഇതും എടുക്കുമ്പോൾ അതൊരു 1/2 കിലോ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 375 ഒക്കെ ഗ്രാം ശർക്കര ഉരുക്കി ചേർക്കാം. അപ്പോൾ അല്ലെങ്കിൽ 1 കിലോയാണ് ഇപ്പോൾ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും റവയും കൂടി 1 കിലോ ആണ് എടുക്കണമെങ്കിൽ ഒരു 3/4 കിലോ നമുക്ക് എന്തായാലും ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ റവയും മൈദയും കൂടി 1 കിലോ ഉണ്ടാവണം. അപ്പോൾ 3/4 കിലോ ശർക്കര ആ ഒരു അളവിലാണ് നമ്മൾ ഉരുക്കി ചേർക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-2.5 കപ്പോളം ഉരുക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് ഒരു ലൂസ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയിട്ട് അത് നമ്മൾ ലൂസ് പരുവത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നേരത്തെ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനൊരു 3-4-5 മണിക്കൂർ അത് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താലും മതി. അപ്പോൾ കണ്ടില്ലേ, ഇനി സോക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇത് പൊരിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാക്കണം. അപ്പോൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നില്ലെങ്കിൽ നേരിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ എള്ള് അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ ചേർക്കാവുന്നത് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തേങ്ങ നെയ്യിൽ വറുത്തത് ചേർക്കാം, കുറച്ച് കപ്പലണ്ടി മൊരിച്ചിട്ട് അതും അതിൻ്റെ ഒപ്പം ചേർക്കാം. അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അതൊന്നും കൂടി ടേസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല, സിമ്പിളായിട്ടാണ്. പക്ഷേ എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അപാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് നന്നായിട്ട് ചൂടായി ഒരു വശം വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് അടുത്ത വശവും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ അല്ലാതെ തന്നെ സംഭവം നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2-3 ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്കിത് ചൂടായിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത് വീണ് പോണേ. അപ്പോൾ കണ്ടില്ലേ, ഒരെണ്ണം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകം കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിരിക്കും പുറം ഭാഗം, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ടിന്നിൽ അടച്ചിട്ട് സൂക്ഷിക്കാം. പക്ഷേ ഇത് അധികം നാളൊന്നും ഇരിക്കില്ല കേട്ടോ, കേടാവുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഇത് ടേസ്റ്റ് വൈസ് കൊണ്ട് തീരും. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള ഈ ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു നുള്ളു സോഡാപ്പൊടി വേണമെങ്കിൽ മാവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1 നുള്ളു ഉപ്പും വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും ഞാനിപ്പോൾ സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, അല്ലാണ്ട് തന്നെ എനിക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ. ചൂടാറിക്കഴിയുമ്പോൾ ഒന്നും കൂടി ഇതിങ്ങോട്ട് സോഫ്റ്റ് ആവും. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഇതിൽ റവയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കല്ലപ്പ് വരുമെന്ന്, പക്ഷേ ഇല്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് ചായയും ഈ ക്ലൈമറ്റിൽ കട്ടൻ ചായ ഈ ഉണ്ണിയപ്പം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്ക് ഈവനിങ് സ്നാക്കുമായി. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതേപോലത്തെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പ്രീവിയസ് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ എല്ലാവരും ഒന്ന് എടുത്ത് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.